ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുഖംമൂടിയാകാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് ജലകന്യയുടെ മാനേജിംഗ് പാർട്ണർ സ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾക്ക് വേണ്ടി പാർട്ണർ ബേബിയെ വരെ ഞാൻ കൊന്നു. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിക്കാഹാണ് ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്നത്. അത് നടക്കില്ല. എന്നെ മനസ്സിലാക്കാതെയാണ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത്. സമ്മതിച്ചു. പക്ഷേ ഇത്രയും തന്ത്രശാലിയായ അങ്ങ് എന്നെ കൊലമരത്തിൽ കയറ്റാൻ വരെ തയ്യാറായ ഡോക്ടർ ബഷീറിനല്ലേ അങ്ങയുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? എല്ലാം ഒരു നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി. വേലി വിളവെന്ന പോലെയാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു അപകടവും സംഭവിക്കില്ല. നീ എന്റെ ശക്തിയും ഞാൻ നിന്റെ ബുദ്ധിയുമാണെന്ന് മറക്കരുത്. മനസ്സിലായില്ല. എല്ലാവരും പണത്തെയാണ് സൂക്ഷിക്കുന്നത്. ഞാൻ പണത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളെയാണ് സൂക്ഷിക്കുന്നത്. സെബാസ്റ്റ്യൻ, നീ എന്റെ സാഹചര്യം മനസ്സിലാക്കണം. ജസ്റ്റിസ് ദേവരാജനെ പിണക്കിയാൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയില്ല. ആരെയും പിണക്കാതെ തന്നെ എല്ലാം നടക്കണം. പ്രത്യേകിച്ചും ഡോക്ടർ ബഷീറിനെയും ഡോക്ടർ ജോണിനെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ധൈര്യമില്ലെങ്കിൽ പറയൂ. ആ കാര്യം ഞാൻ ഏറ്റു. എന്ത് പറ്റി ഡോക്ടർ? എനിക്ക് വല്ലാതെ നെഞ്ചുവേദനിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. എല്ലാം ബഷീർ നോക്കിക്കൊള്ളണം. ശരി ഡോക്ടർ. പോയവനെ കാണുന്നില്ലല്ലോ. അല്പസമയം കൂടെ നോക്കാം. എന്തായി? അങ്ങ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ബഷീർ സീനിയർ പോസ്റ്റിന് ആഗ്രഹിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതിൽ കവിഞ്ഞൊരു അവസരം വേറെയില്ല. ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഓയസ്. ഇത് ജോൺ ഡോക്ടറുടെ വീട്ടിൽ നിന്നാ. ഡോക്ടർക്ക് ഭയങ്കര നെഞ്ചുവേദന. എന്താ? ഡോക്ടർക്ക് സീരിയസ് ആണെന്നോ? ഞാൻ ഉടനെ വരുന്നു. ഡോക്ടർ, ഡോക്ടർ, ഗോപാല, ഞാനല്ല. ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് പോകും. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡോക്ടർ ജോൺ സാറിന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജോൺ സാറിനെ കുത്തിക്കൊന്നു. ഡോക്ടർ ബഷീർ. ഡോക്ടർ ബഷീർ? അതെ സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതെ അതെ സാർ, ആളിവിടെ തന്നെ ഉണ്ട്. എന്താ മണി? എന്തു പറ്റി? ഷട്ടിലെന്താ ചോര? എന്തു പറ്റി? പറയടാ. ഡോക്ടർ ജോണിനെ ആരോ കുത്തിക്കൊന്നു. ആര്? ആരാണെന്ന് എനിക്കറിയില്ല പാപ്പ. പക്ഷെ ഞാനാണെന്നും പറഞ്ഞ വേലക്കാരൻ പോലീസിന് ഫോൺ ചെയ്തു. പഠിത്തോണി, എന്തൊരു ചതിയാണ്. ഇപ്പൊ ഞാനിവിടെ നിന്ന് അപകടം. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അദ്ദേഹത്തെ കൊന്ന ആരെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ പോലീസ് വരും. ഞാനിവിടെ നിൽക്കുന്ന അപകടമാണ് പാപ്പ. എല്ലാത്തിനും ഒരു വഴിയേ ഉള്ളൂ.
നീ വാ. ഇതൊരു കൊലക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഖാദർ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. നീ തന്നെ ഇവനെ രക്ഷിക്കണം. അങ്കിൾ, ഡോക്ടർ ജോൺ എന്റെ ഗുരുനാഥനാ. ഞാൻ അങ്കിളിനെ വാപ്പയെ കൊന്നു എന്ന് പറയുന്നത് പോലെയാ ഞാൻ അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചീത്തപ്പേരോടെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ബഷീർ, സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഇനി കോടതിയിൽ വെച്ചേ കഴിയൂ. അല്ലാതെ നീ വിചാരിച്ച അവനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലേ? നീ ഒരു ജഡ്ജിയല്ലേ? നമ്മളുണ്ടാക്കിയ പണം മുഴുവൻ എന്നോട് ചെലവാക്കാം. ഒരു ജഡ്ജ് എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് ഉടനെ പോലീസിനെ വരുത്തി ബഷീറിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മളെന്റെ ചങ്ങാതിയല്ലേടാ? അല്ല, കൂടപ്പിറപ്പാണ്. പക്ഷേ നിയമമെന്ന നാണയത്തിന് ഒരു വശം മാത്രമേ ഉള്ളൂ എന്ന് മൊയ്തു മനസ്സിലാക്കണം. സത്യത്തിന് എത്ര വശമുണ്ടാ മൊയ്തു? നമുക്ക് പഠിപ്പില്ലടാ. പക്ഷേ നിന്റെയൊക്കെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിന് വേണ്ടിയാണെന്നാണ് പുറത്തിന്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്നത്. മൊയ്തുക്ക ഒന്നും സമാധാനപ്പെട്. കള്ളസാക്ഷികൾ നിയമത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ കൈമറിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് എഴുതുന്നവരാണ് ഇവരൊക്കെ. ശാരദേ, നിങ്ങൾ എത്രയോ കൊലപാതകം ചെയ്ത പ്രതികളെ അവർ കൊല ചെയ്തവരാണെന്ന് അറിഞ്ഞിട്ടും വെറുതെ വിട്ടിട്ടില്ലേ? അത് തെളിവനുസരിച്ചാണ്. ഏത് കേസിനും ശരിയായ തെളിവുകൾ തരാൻ രണ്ട് സാക്ഷികളെ ലോകത്തുള്ളൂ, സൂര്യനും ചന്ദ്രനും. അവരെ കൂട്ടിക്കയറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നീ സംസാരിക്കരുത്. ജഡ്ജി സാറേ, അവസാനമായിട്ട് നമ്മളൊന്ന് ചോദിക്കണം, ഇവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല. വേണ്ട, ഓന്റെ ഉമ്മ മയ്യത്തായപ്പോ ഓന് വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഇപ്പോ ഓന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്. പാപ്പ, പേടിക്കണ്ട മോനെ, അന്ന് നമ്മൾ പോലീസിന് കൊടുക്കില്ല. You are under arrest. വാപ്പ വിഷമിക്കണ്ട, സത്യം ഒരിക്കലും തോക്കില്ല.
ജഡ്ജിയമാനെ, ആ പോണതെന്റെ മോനല്ല, എന്റെ ജീവനാണ്, എന്റെ ചോരയാണ്. നീ ഓർത്തോ. അമ്മേ, വിയാത്തു, ബഷീറിനെ ഞമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നീ ഞമ്മളെ വിട്ടു പോയത്. ഓനു വേണ്ടി നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. പക്ഷേങ്കില് ഇപ്പോ ഓനും നമ്മളെ വിട്ടുപോയി. നമ്മൾ എന്ത് ചെയ്യണം ബിയാത്തു? പറ ബിയാത്തു. മൊയ്തുക്ക, ആ പെങ്ങളാ, എന്റെ ഭർത്താവിന് വേണ്ടി മാപ്പ് ചോദിക്കാൻ. വേണ്ട. പടശോനെ പോലെയാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. നമുക്കൊരാപത്ത് വന്നപ്പോ ഓൻ നമ്മളെ കൈവിട്ടുള്ളത്. ബഷീറിനെ പോലീസ് കൊണ്ടുപോയെങ്കിലും ആ സ്ഥാനത്ത് എന്റെ മോൻ രാജനുണ്ടെന്ന് മൊയ്തുക്ക സമാധാനപ്പെടണം. ഓനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഉയിരോടെ ഇരിക്കുന്നത്. പെങ്ങളിപ്പോ നമ്മളെ കാണാൻ ഇവിടെ വന്നു എന്നറിഞ്ഞ ചിലപ്പോ സാരിപ്പെങ്ങളെയും ജഡ്ജി അദ്ദേഹം പടിയിൽ നിന്ന് പുറത്താക്കും. മൊയ്തുക്ക, പെങ്ങളിപ്പോ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഡോക്ടർ ജോൺ എവിടെ? ബഷീർ ഡോക്ടർ എവിടെ? ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. Cheers. ബഷീറിനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ മൊയ്തുവിനേക്കാൾ വേദനിക്കുന്നവനാണ് ഞാൻ. അതെനിക്കറിയാം. പക്ഷെ എന്റെ വേദന മറ്റൊന്നാണ്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ കൊലപ്പുള്ളിയായി ലോക്കപ്പിൽ കിടക്കുന്നതിനെ കുറിച്ച് അങ്കിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ബഷീർ ആരെയും കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമവും സത്യവും ചിലപ്പോൾ രണ്ട് ധ്രുവങ്ങളിലേ നിൽക്കും. ഒരു ജഡ്ജ് എന്ന നിലയിൽ പലപ്പോഴും ഞാൻ നടുവിൽ നിന്ന് വീർപ്പുമുട്ടാറുണ്ട്. ബഷീറിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതെയാണ് മൊയ്തു എന്നോട് പരിഭവിച്ചിരിക്കുന്നത്. വാപ്പയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് വാപ്പ എന്തെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ ക്ഷമിക്കണം. എന്നെ അവന് നല്ലപോലെ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ മനുഷ്യൻ ആവേശം വരുമ്പോൾ മറ്റുള്ളവരുടെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അങ്കിൾ വിഷമിക്കരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബഷീർ പറയും. ഒന്ന് മാത്രം ചെയ്താൽ മതി. വാപ്പയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം രാജനെയാണ്. അവനെ മാത്രം അങ്കിൾ വിളിച്ചോണ്ട് പോകരുത്. ഇല്ല, വരട്ടെ.